ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാ മക്കളും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്, ആസ് യൂഷ്വൽ മിസ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൊണ്ടാണ്. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റെഡിയാണോ എല്ലാവരും? ഓൾ റൈറ്റ്. സോ വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ? സ്കൈയുടെ ബ്ലൂ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിനോമിനൻ ഏതാണ് എന്നാണ് ഇന്നത്തെ മിസ്സിന്റെ ചോദ്യം. സോ എല്ലാവരും ആൻസർ റെഡിയാക്കി വെച്ചോ, നമുക്ക് അറ്റ് ദ എൻഡ് ആൻസർ പറയാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് മിസ്സിന്. നിയോ ഹോം ട്യൂഷന്റെ ലൈവ് സെഷൻസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് മിസ് ഇവിടെ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യാം. ഓൾറൈറ്റ്, ഓക്കെ ഫൈൻ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. ഓക്കെ കൂൾ. ഓക്കെ, സോ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഹെൻറീസ് ലോയും അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വേപ്പർ പ്രഷർ എന്താണ് എന്നതാണ്. ഓക്കെ, എന്താണ് വേപ്പർ പ്രഷർ? സോ കുറെ കളർഫുൾ ആയിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നോക്കിക്കേടാ, ഇത് എന്താണ്? ഇത് എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, എ എന്ന് മാത്രം പറയുന്ന ഒരു ലിക്വിഡ്, ഒരു പ്യുവർ ലിക്വിഡ് ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന വേറൊരു പ്യുവർ ലിക്വിഡ് ആണ് ഇത് പച്ച കളറിലുള്ളത്. ഓക്കെ, ഇനി ഈ എയുടെ ഗ്യാസ്, ഈ വേപ്പേഴ്സ് പോയിട്ട് മുകളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് എ എന്ന് പറയാം. അത് പ്യുവർ ആണല്ലോ, കാരണം ഇവിടെ എ മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് അത് PA0 എന്ന് പറയുന്നത്. PA0 എന്ന് പറയാൻ കാരണം അത് പ്യുവർ ആയതുകൊണ്ടാണ്. എന്താണ് ഈ പാർട്ടിക്കിൾസ്, ഇത് വേപ്പേഴ്സ് ആയിട്ട് പോയിട്ട് തിരിച്ചത് ഈ സൊല്യൂഷനിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു എയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ PA0 എന്ന് പറയാം. അതേപോലെ തന്നെ PB0 എന്ന് പറഞ്ഞാലോ, ഇവര് വേപ്പേഴ്സ് ആയിട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? PB0 എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എ പാർട്ടിക്കിൾസ് മാത്രമാണ്, ബി പാർട്ടിക്കിൾസ് മാത്രമാണ്. അതുകൊണ്ട് അത് രണ്ട് പ്യുവർ വേപ്പർ പ്രഷേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഈ എയും ബിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ആക്കിയതാണ് ഇവിടെ കാണുന്നത്. വയലറ്റും ഗ്രീനും കാണുന്നുണ്ടല്ലോ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഇത് പ്യുവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ എയുടെ വേപ്പർ പ്രഷറും ഉണ്ടാവും, ബിയുടെ പ്രഷറും ഉണ്ടായിരിക്കും. സോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P is equal to PA plus PP ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. എന്താണ്? ഇവർ വേപ്പേഴ്സ് ആയിട്ട് പോയിട്ട് തിരിച്ച് അവർ ഇങ്ങോട്ട് തന്നെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേപ്പർ പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോടാ? ഓൾ റൈറ്റ്. ഇനി ഈ PA എന്ന് പറയുന്നത് ഇതിലുള്ള മോൾ ഫ്രാക്ഷൻ ഓഫ് എക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് PA0 എന്ന് പറയുന്നത്. സോ PA is equal to PA0 into IA എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? Similarly, PB is directly proportional to KIB ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? PB is equal to PB0 into KIB എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താണ് റോൾസ് ലോ എന്നാണ് പറയുന്നത്. എന്താണ് റോൾസ് ലോ? റോൾസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വലന്റ് ആണ്, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. നോക്കിക്കേടാ, ദ റോൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഈസിലി ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നവരെയാണ് നമ്മൾ volatile liquids എന്ന് പറയാം. Okay, so the volatile liquids, the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in the solution. അതായത് എയും ബിയും ഉണ്ടെന്നുണ്ടെങ്കിൽ എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എയുടെ മോൾ ഫ്രാക്ഷന് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നും, ബി ഉണ്ടെങ്കിൽ ബിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ബിയുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുമാണ് എന്ത് പറയുന്നത്? റോൾസ് ലോ പറയുന്നത്. വളരെ ഈസി അല്ലേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സോ ഒന്നുകൂടെ റോൾസ് ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. The partial vapor pressure of each component of the solution is directly proportional to the mole fraction present in the solution. So ഇത് രണ്ടുമാണ് നമ്മുടെ റോൾസ് ലോയുടെ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റും. അതുപോലെ തന്നെ രണ്ട് സൊല്യൂഷൻ എയും ബിയും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി റോൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആണ്. കാരണം എയും ബിയും മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പി എന്ന് പറയുന്ന ടോട്ടൽ പ്രഷർ കാണുന്നത്. ഇനി മോൾ ഫ്രാക്ഷന്റെ പ്രത്യേകത, ഇപ്പൊ എയും ബിയും മാത്രമുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻ സം എപ്പോഴും എത്രയായിരിക്കും? ഒന്നായിരിക്കും. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിലോ, എ ബി സി ഉണ്ടെങ്കിലോ, കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ടോട്ടൽ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. ഈ ഗ്രാഫിൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് രണ്ട് വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും ഉള്ള ഗ്രാഫാണ്. ഓക്കെ, വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? വേപ്പർ പ്രഷർ ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് നോക്കാം. മിസ് പോയിന്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റിൽ കൈ എ 1ഉം കൈ ബി 0ഉം ആണ്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് നോക്കിയാലോ, ഇവിടെ കൈ എ 0 ആണ്, കൈ ബി ആണ് 1 ആയിട്ടുള്ളത്. സോ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ കൈ എ ഉണ്ടോ? ഇല്ല. കൈ എ 1 ആണ്, കൈ ബി ഉണ്ടോ? ഇല്ല. കൈ ബി 0 ആണ് അല്ലേ? സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കൈ ബി 0 ആണ്, കൈ എ മാത്രമേ ഉള്ളൂ. സോ അവിടെ ആരുടെ വേപ്പർ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ? എയുടെ വേപ്പർ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിവിടെ മാർക്ക് ചെയ്യുന്നു. എയുടെ മാത്രം വേപ്പർ പ്രഷർ ആകുമ്പോൾ അത് പ്യുവർ ആണല്ലോ. സോ നമ്മൾ അതിവിടെ മാർക്ക് ചെയ്യുന്നു പി എ നോട്ട്. എന്താണ്? പി എ നോട്ട്. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റ് നോക്കിക്കേ. ഈ പോയിന്റിൽ ആരാ ഉള്ളേ? എ 0 ആണ്, പി ആണ് 1 ആയിട്ടുള്ളത്. സോ നമ്മൾ അത് ഇവിടെ എന്ത് ചെയ്യുന്നു? ബി മാത്രം ഉള്ളതുകൊണ്ട് അത് ബിയുടെ വേപ്പർ പ്രഷർ ആണ്, അത് പ്യുവർ ആണ്, അത് പി ബി നോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എഴുതുന്ന സമയത്ത് രണ്ടും ഒരേ ലെവലിൽ മാർക്ക് ചെയ്യാണ്ടിരിക്കുക. രണ്ടും രണ്ട് ലെവലിൽ മാർക്ക് ചെയ്യാതെ ഇത് കൂടിപ്പോയാലോ ഇത് കുറഞ്ഞു പോയാലോ ഒന്നും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ടൊരു ഫിഗർ ആണ് വരയ്ക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പി പി നോട്ട് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ പി എ നോട്ട് 1 ആണ്, ഇവിടെ കൈ എ 0 ആണ്. വിച്ച് മീൻസ് 1 to 0 നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നു. സിമിലർലി ഇവിടെ പി ബി നോട്ട് 1 ആണ്, ഇവിടെ കൈ ബി 0 ആണ്. സോ 1 to 0 നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നു. ബാക്കിയുള്ള ഈ പോർഷൻ ആണ് നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. പി എ പ്ലസ് പി ബി നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇത്രയും സിമ്പിൾ ആണ് ഗ്രാഫ് വരയ്ക്കാൻ. ഗ്രാഫ് കാണുമ്പോൾ എന്തോ വലിയ ഭീകരത ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ക്ലിയർ ആണല്ലോ? ഓൾറൈറ്റ്, ഇനി റോൾസ് ലോയും ഹെൻറീസ് ലോയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താണത്? ഹെൻറീസ് ലോ പറഞ്ഞത് എന്തായിരുന്നു? പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി. അത് തന്നെയാണല്ലേ പറഞ്ഞുള്ളത്? ദാറ്റ് ഇസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു കൈ. നമ്മൾ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് കെ എച്ച്, ഹെൻറീസ് കോൺസ്റ്റന്റ്. സോ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ. അതാണ് ഹെൻറീസ് ലോ പറഞ്ഞത്. ഇനി റോൾസ് ലോ എന്താ പറയുന്നത്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പോണന്റ് എന്നാണ് റോൾസ് ലോ പറഞ്ഞത്. ദാറ്റ് ഇസ് പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പി എ ഈസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എന്ന് എഴുതുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഇക്വേഷനെ ഒന്ന് നോക്കാം. ഈ രണ്ട് ഇക്വേഷനും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഇവിടെയും പ്രഷർ ആണ്, ഇവിടെയും പ്രഷർ ആണ്, ഇവിടെയും മോൾ ഫ്രാക്ഷൻ ആണ്, ഇവിടെയും മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ കെ എച്ചും പി എ നോട്ടും ഈക്വൽ ആവണ്ടേ? അല്ലേ? അപ്പൊ കെ എച്ചും പി എ നോട്ടും ഈക്വൽ ആവണ്ടേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൻ കെ എച്ച് ഇസ് ഈക്വൽ ടു പി എ നോട്ട്, എന്താണ്? വെൻ കെ എച്ച് ഇസ് ഈക്വൽ ടു പി എ നോട്ട്, ഹെൻറീസ് ലോ ബിക്കംസ് എ സ്പെഷ്യൽ കേസ് ഓഫ് റോൾസ് ലോ, അല്ലെങ്കിൽ റോൾസ് ലോ ബിക്കംസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 2 മാർക്കിന്, എപ്പോഴാണ് ഹെൻറീസ് ലോയും റോൾസ് ലോയും ഇക്വലന്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതി വെച്ചാൽ മതി. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഈസിലി യു വിൽ ഗെറ്റ്. ഓക്കെ, സോ റോൾസ് ലോ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ആവുന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ എച്ചും പി എ നോട്ടും ഈക്വൽ ആവുമ്പോഴാണ് ഹെൻറീസ് ലോയും റോൾസ് ലോയും അത് എന്താവുന്നത്? ദേ ബിക്കം ഈക്വൽ. ക്ലിയർ ആണല്ലോടാ? ഓൾറൈറ്റ്, ഇനി വേപ്പർ പ്രഷർ സൊല്യൂഷൻ ഇൻ സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് എന്താണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോളിഡ് ഇൻ ലിക്വിഡ്, പഞ്ചസാര വെള്ളത്തിൽ അലിയിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, നമ്മുടെ സോൾവെന്റ്, നമ്മൾ എടുക്കുന്ന വെള്ളം വോളറ്റൈൽ ആയിരിക്കണം. വെള്ളം വോളറ്റൈൽ ആണല്ലോ. കുറച്ച് വെള്ളം ഇവിടെ കുറെ നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആവിയായി പോവുമല്ലോ. അത് വോളറ്റൈൽ ആണല്ലോ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല. പഞ്ചസാര ആവിയായി പോവോ? വെറുതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരും, പക്ഷെ പഞ്ചസാര ആവിയായിട്ട് പോവോ? ഇല്ല. ആവിയായിട്ട് പോകുന്ന ഒരു വോളറ്റൈൽ സാധനമല്ല നമ്മുടെ പഞ്ചസാര. സോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സോൾവെന്റ് വോളറ്റൈലും നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോല്യൂട്ടുമാണ് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ അവരോട് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈ വയലറ്റ് കളറിൽ കാണുന്നൊക്കെ നമ്മുടെ വോളറ്റൈൽ സോൾവെന്റ് ആണ്, ആൻഡ് ഗ്രീൻ കളറിൽ കാണുന്നൊക്കെ നമ്മുടെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോല്യൂട്ട് ആണ്. ഇനി ഇതിൽ നിന്നും ഏത് വേപ്പർ പ്രഷർ ആണ് ഉണ്ടാവുക?
കാരണം ഇവിടെ നമ്മുടെ സോല്യൂട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്, വിച്ച് മീൻസ് അത് എന്തായിട്ട് മാറുന്നില്ല, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോയി അത് തിരിച്ചൊരു ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യോ? ഇല്ല, കാരണം അവർ വോളറ്റൈൽ അല്ലല്ലോ. മനസ്സിലായില്ലേ? അവർ വോളറ്റൈൽ അല്ലല്ലോ. ഇവിടെ ഉള്ള സോൾവെന്റ് മാത്രമാണ് വോളറ്റൈൽ. അതുകൊണ്ട് അവർ മാത്രമേ വേപ്പർ ഫേസിലോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് അവർ മാത്രമേ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് നമുക്ക് ഇവിടുന്ന് എന്ത് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും? ഇവിടെ കൈ എ 0 ആണ്, ഇവിടെ കൈ എ 1 ആണ്. ഇവിടെ എ എന്ന് പറയുന്ന സോൾവെന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബി എന്ന് പറയുന്ന സോല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. സോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൈ എ നോട്ട് ടു കൈ എ, ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. കാരണം നമ്മുടെ സോല്യൂട്ട് എന്താണ്? അതൊരു നോൺ വോളറ്റൈൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓൾറൈറ്റ്. ഇനി നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസിലോട്ട് വരുന്നു. ഐഡിയൽ ആണ്, അല്ല ഉത്തമമായിട്ടുള്ളതാണ്. ഐഡിയൽ ആയിട്ടുള്ള ഒരാൾ എന്ന് നമ്മൾ പറയില്ലേ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം തികഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ആക്ച്വലി എല്ലാം തികഞ്ഞ നല്ലവനായ ഉണ്ണി ഒരാളുണ്ടോ? ഇല്ല, ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊരു ഐഡിയൽ കോൺസെപ്റ്റ് മാത്രമാണ്, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ. ഓക്കെ, ഏതാണ്? റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇവിടെ എ എന്ന് പറയുന്നത് സോൾവെന്റ് ആയിട്ടും ബി എന്ന് പറയുന്നത് സോല്യൂട്ട് ആയിട്ടും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്, ബി എന്ന് പറയുന്നത് സോല്യൂട്ട് ആണ്. സോ എ ഇന്ററാക്ഷൻ, അതായത് സോൾവെന്റ് ഇന്ററാക്ഷനും സോല്യൂട്ട് ഇന്ററാക്ഷനും സോല്യൂട്ട് ഇന്ററാക്ഷന് ഈക്വൽ ആവുകയാണെങ്കിൽ അത്തരം സൊല്യൂഷൻസ് ആണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. എന്താ മിസ് പറഞ്ഞേ? യെസ്, സോല്യൂട്ട് ഇന്ററാക്ഷൻ ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷന് ഈക്വൽ ആവുന്ന സമയത്താണ് ആ സൊല്യൂഷൻ ഐഡിയലി ബിഹേവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നോക്കിക്കേ, A interaction and BB interaction are nearly equal to AB interaction. Such solutions are called ideal solution. Okay, ഇനി നോക്കിക്കേ, അതിന് എക്സാമ്പിൾസ് ഉണ്ടോ? ആക്ച്വലി ഇതൊരു ഐഡിയൽ കോൺസെപ്റ്റ് മാത്രമാണ്. ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. എൻ ഹെക്സൈനും എൻ ഹെപ്റ്റൈനും ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്. ബ്രോമോ ഈഥേനും ക്ലോറോ ഈഥേനും ഐഡിയലി ബിഹേവ് ചെയ്യുന്നവരാണ്. ബെൻസീനും ടൊളുവീനും ഐഡിയലി ബിഹേവ് ചെയ്യുന്നവരാണ്. സോ ഇത് ഐഡിയൽ സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഐഡിയൽ സൊല്യൂഷൻസിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? Whatever graph we have drawn in the Rolle's law, the same graph will come here also. Okay, നമ്മൾ എന്താണോ റോൾസ് ലോയിൽ വരച്ചിട്ടുള്ളത് സെയിം ഗ്രാഫ് ആണ് നമുക്ക് എവിടെയും വേണ്ടി വരിക, ഇവിടെ ഐഡിയൽ സൊല്യൂഷനിലും വേണ്ടി വരിക. അപ്പൊ ഗ്രാഫ് പ്രത്യേകം പഠിക്കേണ്ട, നേരത്തെ വരച്ച സെയിം ഗ്രാഫ് ഇവിടെയും വരച്ചാൽ മതി. ഇനി ഈ 5 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. പി എ ഇസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എ, പി ബി ഈക്വൽ ടു പി ബി നോട്ട് ഇൻറ്റു കൈ ബി, പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി, ടോട്ടൽ വേപ്പർ പ്രഷർ പി എ പ്ലസ് പി ബി. ഈ മൂന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതിന്റെ കൂടെ ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0, അതായത് രണ്ടും ഐഡിയലി ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വോള്യൂം ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റും. സോ ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0, അവിടെ ടെമ്പറേച്ചർ ചേഞ്ചും ഉണ്ടാവുന്നില്ല. സോ ഈ രണ്ട് ഇക്വേഷനും കൂടെ എക്സ്ട്രാ പഠിച്ചു വെക്കുക. ഈ 5 ഇക്വേഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷന്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഓൾറൈറ്റ്, യെസ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ വളരെ ഈസിയാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോൾസ് ലോ ഒബേ ചെയ്യുന്നതാണ്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് ആണ്. വെരി ഗുഡ്, അത്രയേ ഉള്ളൂ. സോ അവിടെ എന്തായിരിക്കും? ഇവിടെ റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ റോൾസ് ലോയിൽ നിന്നും ഹയർ ഡീവിയേഷനോ അല്ലെങ്കിൽ ലോവർ ഡീവിയേഷനോ കാണിക്കുന്നവരായിരിക്കും. ഓക്കെ, എന്താണ് റോൾസ് ലോ പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലോ കുറവോ കാണിക്കുന്നവരായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ 2 തരത്തിലുണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും. എന്തിൽ നിന്ന്? ഐഡിയൽ സൊല്യൂഷനിൽ നിന്നും. ഇനി നോക്കിക്കേ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ, അതായത് ഐഡിയൽ സൊല്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. സോ അതെന്തായിരിക്കും? അവിടെ എ ബി ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനേക്കാളും ബി ബി ഇന്ററാക്ഷനേക്കാളും വീക്കർ ആയിരിക്കും. ഓക്കെ, എ ബി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ് ഇന്ററാക്ഷൻ ഇസ് വീക്കർ ദാൻ ദോസ് ഓഫ് സോല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾസ് നോക്കിക്കേ. മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോളും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പിന്നെ അസറ്റോണും CS2
അവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ആൻഡ് അസെറ്റോൺ ആൻഡ് CCl4 അവരും എന്താ ചെയ്യുക, അവരും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ക്ലിയർ? ഈ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആണല്ലോ കാണിക്കുക, സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, നമ്മുടെ റോൾസ് ലോന്റെ ഗ്രാഫിൽ നിന്നും കൂടുതലായി കാണിക്കുന്നവരായിരിക്കും. സോ റോൾസ് ലോന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു വെക്കുക, അതിന്റെ മുകളിൽ കൂടെ ഒരു കർവ്ഡ് ആയിട്ട് എല്ലാത്തിനും മുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. സോ റോൾസ് ലോന്റെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, എന്നാ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അതൊരു ഒരു നോർമൽ ലൈൻ ആയിട്ട് തന്നെ കേർവ്ഡ് ആയിട്ട് കാണിക്കുക, പൊന്തിച്ചുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കാണിക്കുക. ഓക്കെ, ഇനി ഇക്വേഷന്റെ കാര്യത്തിലോ നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ എല്ലായിടത്തും ഈക്വൽ ടു മാറ്റുക, ഗ്രേറ്റർ ദാൻ ആക്കാം. ഓക്കെ, സിമ്പിൾ ആണ്, എല്ലായിടത്തും ഈക്വൽ ടു മാറ്റുക, ഗ്രേറ്റർ ദാൻ ആക്കുക, നമ്മുടെ ഇക്വേഷൻസ് എല്ലാം റെഡിയാണ്. ക്ലിയർ? ഓൾറൈറ്റ്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി ഒന്ന് പെട്ടെന്ന് നെഗറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും എന്ന് ഗസ് ചെയ്തേ. യെസ്, സിമ്പിൾ ആയിരിക്കും. ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഗ്രാഫ് ഇത് പൊന്തിയിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേത് ഇതിനേക്കാൾ താഴ്ന്നിട്ടായിരിക്കും ഗ്രാഫ് വരിക. ഇക്വേഷൻസ് എന്താ വരിക? ഇക്വേഷൻസ് എല്ലായിടത്തും എന്ത് ഈക്വൽ ടുവിന് പകരം എന്താ വരിക? ലെസ് ദാൻ ആയിരിക്കും വരിക. ഓക്കെ, ഇനി എന്തായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത്? നേരത്തെ പറഞ്ഞത് AB ഇന്ററാക്ഷൻ, സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ വീക്കർ ആണ് എനേക്കാളും BBനേക്കാളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും എനേക്കാളും BBനേക്കാളും. ഓക്കെ കേടാ. Rolle's law introduced the AA interaction, BB interaction are weaker than those of AB interaction. എന്താണ്? സോല്യൂട്ട് ഇന്ററാക്ഷനും സോല്യൂട്ട് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷനും എന്താണ്? അത് വീക്കർ ആണ് എന്തിനേക്കാളും? സോൾവെന്റ് ഇന്ററാക്ഷൻ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് റോൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എക്സാമ്പിൾസ് നോക്കിക്കേ. ഫീനോൾ ആൻഡ് അനിലിൻ, ഫീനോളിന്റെയും അനിലിന്റെയും മിക്സ്ചർ ആണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോറോഫോമും അസെറ്റോണും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ഗ്രാഫ് നോക്കിക്കേ, നമ്മൾ നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ റോൾസ് ലോന്റെ ഗ്രാഫിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ ആണ്, അപ്പോൾ ഗ്രാഫ് താഴോട്ടേക്ക് ചരിച്ച് വരയ്ക്കുക. ഇനി ഇക്വേഷൻസോ നോക്കിക്കേ, നേരത്തെ പഠിച്ച സെയിം 5 ഇക്വേഷൻ തന്നെ നേരത്തെ ഗ്രേറ്റർ ദാൻ കാണിച്ചു, ഇവിടെ എന്താവും? നെഗറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് ലെസ് ദാൻ എല്ലായിടത്തും കാണിക്കാം. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? യെസ്, ഓൾ റൈറ്റ്. നമ്മൾ ഇന്ന് പറഞ്ഞത് വേപ്പർ പ്രഷർ എന്താന്ന് പറഞ്ഞു, നമ്മൾ റോൾസ് ലോ എന്താന്ന് പറഞ്ഞു, റോൾസ് ലോയിൽ നിന്ന് കാണിക്കുന്ന ഡീവിയേഷൻസ് പറഞ്ഞു. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 തരത്തിലുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരും ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗമാണ്. ഒന്നും ലോജിക്കലി തിങ്ക് ചെയ്താൽ മാത്രം മതി. ഓൾ റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ? എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ, സ്കൈ ബ്ലൂ കളറിൽ കാണാൻ കാരണം എന്ത് ഫിനോമിനൻ ആണ് അല്ലേ? എല്ലാവരും ആൻസർ റെഡി ആണല്ലോ? യെസ് എന്ന് പറഞ്ഞേ. യെസ്, എക്സാക്ട്ലി, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെ? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള ഫിനോമിനൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മുടെ ആകാശം ബ്ലൂ കളറിൽ കാണുന്നത് അല്ലേ? യെസ്, എക്സാക്ട്ലി, വെരി ഗുഡ്. ആൻഡ് മിസ് പറഞ്ഞ കാര്യം ഓർക്കണ്ട, നമ്മുടെ ന്യൂ ഹോം ട്യൂഷന്റെ ലൈവ് സെഷൻസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു എവ്രിവൺ, താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.